ഇക്കൊല്ലത്തെ ആദ്യത്തെ സ്നോ, അത് നമ്മൾ മിസ്സാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അലാമൊക്കെ വെച്ച് എഴുന്നേറ്റു. സ്നോ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയി കാണുന്നത്. ഇന്നെൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആയിരുന്നു കേട്ടോ. ഇന്നെൻ്റെ ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു. വെതറൊക്കെ എൻജോയ് ചെയ്ത് യൂണിവേഴ്സിറ്റി വരെ നടന്ന് ചെല്ലാമെന്നുള്ളതിൻ്റെ തീരുമാനം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിത് തെറ്റായോ എന്ന് തോന്നിപ്പോയിരുന്നു. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. എനിവേ, ഞാൻ നടന്നാണ് ഗൈസ് പോയത്. UK വന്നിട്ടൊരു മാസ്റ്റേഴ്സ് എടുക്കുകയെന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഈ സമയത്ത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഒത്തിരി മിസ് ചെയ്തായിരുന്നു. കാരണം ഈ ഒരു പ്രൗഡ് മൊമെൻ്റ് അവരുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും വീട്ടുകാരെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു മൊമെൻറ്റ് അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യണമെന്ന് ആർക്കും ആഗ്രഹമില്ലാത്തത്. എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരെ ഞാനിവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാവർക്കും ഒന്നും വരാൻ പറ്റിയിട്ടില്ല. ചിലർ വരും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. വരാതിരുന്നപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഒരു ജേർണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ പ്രൊഫസേഴ്സിനും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.